നമ്മൾ താമസിക്കുന്ന വീടുണ്ട്, ഭാര്യ കാത്തു നിൽക്കുകയാണ്. ശരിക്കൊന്ന് ശ്രദ്ധിച്ചോ, മനസ്സിലേക്ക് കുറിച്ചു വെച്ചോ. ഭാര്യ കാത്തിരിക്കുകയാണ്. ഭർത്താവ് 25 കിലോമീറ്റർ അകലെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു 12 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോ ഭാര്യ വിളിച്ചു നോക്കി, നിങ്ങൾ എവിടെ എത്തി? ഞാൻ ഇപ്പം എത്തും, ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാനിതാ എത്തുമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു വെച്ച ഫോൺ പിന്നെ ശബ്ദിക്കുന്നില്ല. പിന്നെ ഒരാളുടെ വിളിയും ആ ഫോണിലേക്ക് വന്നിട്ട് അതറിയുന്നില്ല. എന്തേ സംഭവിച്ചത്? ഫോണ് വെച്ച് അതാ മുന്നോട്ട് നീങ്ങവേ ടിപ്പർ ലോറി വന്ന് ഇടിച്ച് ചാമ്പലായ അതിന്റെ അടിയിൽ കിടന്ന് ഈ ലോകത്തോട് വിട പറയുകയാണ്. പിന്നെ വീട്ടിലേക്കൊരു മടക്കമില്ല. പിന്നെ ആളുകൾ മോർച്ചറിയിലാണ്, പോസ്റ്റ്മോർട്ടത്തിലാണ്. കൊണ്ടുവന്ന് കുളിപ്പിച്ച് മുഖം കാണിക്കാൻ പോലും പറ്റാത്ത വിധമാണത് കൊണ്ടുപോകുകയാണ്. ഇനി ആ വീട്ടിലെ വരാന്തയിൽ അയാൾ ഇരിക്കൂല. കുഞ്ഞാക്ക അതുപോലെ നടന്നു പോകുമ്പോ ആചാര് കൊലായിൽ ഇരുന്നിരുന്നു. ആചാരേ, ഞാൻ എന്ന സ്ഥലത്ത് പോവുകയാണ്. പിന്നെ ആചാരില്ല. പിന്നെ ആ വീട്ടിലേക്ക് അയാൾ കടന്നു ചെല്ലുന്നില്ല. 50 ലക്ഷം മുടക്കി അയാൾ ഒരു റൂം തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പിന്നെ യാത്രയില്ല. എത്ര ബിസിനസ് സമുച്ചയങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ഏക്കർ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം വിട്ട് ഒരു യാത്ര പോകുന്നുണ്ട്. 6 അടി മണ്ണിലെ ഖബർസ്ഥാനിലേക്ക് ഞാനും നിങ്ങളും ചെല്ലുന്ന ആ ദുഃഖപൂർണമായ ആ ദിവസമില്ലേ? ബാപ്പാന്റെ കട്ടിലിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, തളർന്നുപോയ കൈകളിൽ പിടിച്ച് ബാപ്പാന്റെ കൈയിലെ ചുളിവുകൾ കണ്ട് ഇതിങ്ങനെ ഓർക്കുകയാണ്. ഏതാ ഈ കൈ? മോനെ തലോടിയ കൈകൾ, മോനെ സ്വാന്തനപ്പെടുത്തിയ കൈകൾ, അധ്വാനിച്ച് തയമ്പ് പിടിച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പ. നിങ്ങൾക്ക് ഇന്ന് 84 വയസ്സായി. ഈ ഉപ്പയാണ് മോനെ നിനക്ക് അഡ്രസ് ഉണ്ടാക്കി തന്നത്. റോഡരികിൽ വീട് വെക്കാൻ ആ സ്ഥലം സമ്പാദിച്ചതാരാ? ഈ കട്ടിലിൽ കിടക്കുന്ന നിന്റെ ഉപ്പയാണ്. ആരാ നിന്റെ ഉപ്പ? മോനെ, നീ അറിയാത്ത കാലത്ത് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളാ. ആ ഉപ്പക്ക് കേറി കിടക്കാൻ വീടില്ലാത്ത ആ ഉപ്പ കിടന്നുറങ്ങിയ ബെഡിനെ കുറിച്ച് ഓർക്കുമ്പോ അവിടെ അതാ ഉറുമ്പരിച്ചു പോയി. പാപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുമ്പോ സ്നേഹമുള്ള ഏതൊരു മകന്റെ മനസ്സിലും ഒരു തേങ്ങലുണ്ടാകും. കൊണ്ടുപോകുകയാ എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിലെ ചെതലരിക്കുന്ന മൺകൂനക്ക് നടുവിലതാ ബാപ്പാനെ കൊണ്ടുപോയി കിടത്തുകയാണ്. ഇനി ബാപ്പ വിളിക്കൂല മോനെ. ജീവിതത്തിൽ ഒരിക്കലും ഇനി ബാപ്പ ഈ ലോകത്ത് വന്നിട്ട് വിളിക്കൂല. റൂമിലേക്ക് കയറി ചെന്നപ്പം ബാപ്പണ്ട് അവിടെ ചെരിഞ്ഞിരിക്കുന്നു. പൊന്നുമോനെ എന്ന് വിളിച്ചപ്പോ ബാപ്പാന്റെ അടുത്ത് പോയി നിന്ന് നോക്കിയിട്ടുണ്ട്. ബാപ്പാനോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ 6 അടി മണ്ണിലെ പള്ളിക്കാട്ടിൽ കിബിലക്ക് അഭിമുഖമായി ചരിച്ചു കിടത്തി ഒരു പിടി മണ്ണും വാരി എറിഞ്ഞു തിരിച്ചു പോരുമ്പോ ഇനി ഒരിക്കലും മോനെ എന്ന് വിളിക്കാൻ ഈ ബാപ്പ വരില്ല. അങ്ങനൊരു യാത്ര. ആ യാത്രയെ കുറിച്ചാണ് നിന്റെ ചർച്ച. ആ യാത്രയെ കുറിച്ച് ഓർക്കാത്ത ഒരു തലമുറ ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട്, ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ട്, നമ്മുടെ പള്ളിയിലുണ്ട്, നമ്മുടെ സംഘടനയിലുണ്ട്, ഈ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ പ്രസംഗം. ആ ആളുകളോടുള്ള സ്നേഹമാണ് ഈ പ്രസംഗം. അതുകൊണ്ട് എല്ലാവരോടും ജീവിതത്തിൽ ഒരിക്കലില്ലാത്ത ശ്രദ്ധ ഈ സദസ്സിൽ തരണം എന്ന് ഞാൻ നമുക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. നെല്ലിശ്ശേരിയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് പ്രസംഗം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലില്ലാത്തൊരു പ്രതിജ്ഞയും ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ആ പ്രതിജ്ഞ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കും, ഞാൻ റസൂലിനെ അനുസരിക്കും, ഞാൻ ഖുർആൻ പഠിക്കും, ഞാൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കും, ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന തീരുമാനമായിരിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യും.